പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നിങ്ങളുടെ കൺമുൻപിലുണ്ട്. ആരൊക്കെ അധരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്നുവോ, ദൈവത്തെ പ്രകീർത്തിക്കുന്നുവോ, ദൈവത്തിന് സ്തുതിയും നന്ദിയും കരയേറ്റുന്നുവോ, അവരുടെ പക്കലാണ് വിജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇവിടെ വരുമ്പോൾ, ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ ഇരിക്കാനായിട്ടൊരു കസേര നീട്ടിയിട്ട് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ കസേര കൊടുത്തില്ലെങ്കിൽ നമ്മൾ പറയും, ഓ കസേര നമ്മൾ എല്ലാവരും നീട്ടിയിട്ട് കൊടുക്കും. പക്ഷേ ദൈവത്തിന് ഇരിക്കുവാൻ ഒരു കസേര നമ്മൾ കൊടുക്കണമെങ്കിൽ നമ്മുടെ അധരം കൊണ്ട് നമ്മൾ ദൈവസ്തുതി ഒരുക്കിയാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ജെറിക്കോ പട്ടണത്തെ ഇടിച്ച് തകർക്കുവാൻ മിസൈലിനെ സാധിക്കുകയുള്ളൂ. എന്നാൽ ദൈവജനം ആർത്തുല്ലസിച്ച് ആർത്തട്ടഹസിച്ച് പുരോഹിതന്മാർ കുഴലൂതി ദൈവത്തെ സ്തുതിച്ചപ്പോൾ ഇതാ ആ ജെറിക്കോ കോട്ടയുടെ വൻ മതിലുകൾ ഇടിഞ്ഞ് താഴെ വീണു. ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. ഇത് നമ്മൾ മനുഷ്യർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്ക് പിന്നാലെ നമ്മൾ ഓടാറുണ്ട്. ഒരു പ്രതിസന്ധി വരുമ്പോൾ എന്താണ് ഈ പ്രതിസന്ധിയിലൂടെ ദൈവം സംസാരിക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കൊരായുധം തരുവാൻ ഇന്നത്തെ ദിവസം കർത്താവ് തിരുമനസ്സായിരിക്കുകയാണ്. എഫേസ്യസ് ലേഖനം 5-ാം അധ്യായം 22-ാം വചനം ഇങ്ങനെയാണ് പറയുന്നത്: ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം കേൾക്കാനായിട്ട് ഇടവന്നു. ഇപ്രകാരമാണ്: ദൈവവചനത്തെ ആദരിക്കുന്ന ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു സ്ത്രീ, അവളുടെ ജീവിത പങ്കാളി ഒരു തെങ്ങ് കയറ്റക്കാരനാണ്. വലിയ വടിവാള് പോലെയുള്ള വാക്കത്തിയാണ് തെങ്ങിൻ്റെ കൊലയൊക്കെ വെട്ടിച്ചാടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വലിയ മദ്യപാനിയായ അദ്ദേഹം, തൻ്റെ ഭാര്യയും 1 വയസ്സുള്ള കുഞ്ഞുമകളും വീട്ടിലുണ്ട്. അമ്മയുണ്ട്, നാത്തൂൻ, ഇങ്ങനെ 5 പേരടങ്ങുന്ന ആ വീട്ടിൽ ഈ ഭർത്താവ് കുടിച്ച് ഉന്മത്തനായി കയറി വന്നു. അദ്ദേഹം അവിടെ വന്നിട്ട് കൊലവിളി വിളിക്കുകയാണ്. വലിയ തൻ്റെ വാക്കത്തി ചുഴറ്റിക്കൊണ്ട് ഇദ്ദേഹം പറയുകയാണ്: ഇവിടെ വാടി, ഇവിടെ വാടി, നീ ഇവിടെ വാ, നിന്നെ കുഞ്ഞിനെ ഇന്ന് ഞാൻ അരിഞ്ഞ് വീഴ്ത്താനായിട്ട് പോവുക, എനിക്കും ജീവിക്കേണ്ട, നിങ്ങളെ കൊന്നിട്ട് ഞാനും ചാകാൻ പോകുന്നു, ഇവിടെ കൊച്ചിനെയും കൊണ്ട് ഇവിടെ വാ, നിന്നെ അറക്കാനുള്ള കത്തിയാണിതെന്ന് പറഞ്ഞ് ഇദ്ദേഹം അവിടെ നിന്ന് കൊലവിളി വിളിക്കുക. ഇറങ്ങി വരുന്നുണ്ടോ, ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞ് ഇദ്ദേഹം അവിടെ നിന്ന് ശകാരിച്ചു. അമ്മയും പെങ്ങളും വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി. ഭാര്യയുടെ മേത്തേക്ക് കുഞ്ഞിക്കൊച്ച് അള്ളിപ്പിടിച്ചിരിക്കുമ്പോൾ ഈ സ്ത്രീ പറഞ്ഞത് ഇപ്രകാരമാണ്. അവളെ വിറയ്ക്കാനായിട്ട് തുടങ്ങി. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. തൻ്റെയും കുഞ്ഞിൻ്റെയും തൻ്റെ ജീവിത പങ്കാളിയുടെയും ജീവിതം അപകടത്തിലാണ്. പെട്ടെന്ന് ധ്യാനത്തിൽ കേട്ട വാക്കുകൾ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. കേട്ട വാക്കിതായിരുന്നു: എന്നെ ആദരിക്കുന്നവനെ, ഒരു വ്യക്തി ദൈവവചനം ആദരിക്കുവാൻ വേണ്ടി തൻ്റെ ജീവൻ കൊടുക്കാൻ സന്നദ്ധനായാൽ ദൈവം അവിടെ പ്രവർത്തന നിരതനാകും. ഒരു വ്യക്തി ദൈവവചനം ആദരിക്കുവാൻ എത്ര വില കൊടുക്കുന്നുവോ അവർക്ക് വേണ്ടി ദൈവം തൻ്റെ പക്ഷത്ത് നിലകൊള്ളും. ഹല്ലേലൂയ, യേശുവേ നന്ദി. വലിയ വാക്കത്തി ചുഴറ്റിക്കൊണ്ട് ഇവിടെ വാടി, നിന്നെ ഞാൻ ഇന്ന് അരിഞ്ഞു വീഴ്ത്തു എന്ന് പറഞ്ഞ് കൊലവിളി വിളിക്കുന്ന തൻ്റെ ഭർത്താവിൻ്റെ നേരേക്ക് ആ പരിസരത്തേക്ക് നോക്കാൻ കണ്ണിൽ ഇരുട്ട് കയറിയ ആ സ്ത്രീ പറയുകയാണ്: സിസ്റ്റർ, എങ്ങനെന്ന് എനിക്കറിയില്ല, എന്നോ കേട്ട ഞായറാഴ്ച പ്രസംഗത്തിൽ കേട്ട ഒരു വചനം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന വചനം ഇതായിരുന്നു. എഫേസ്യസ് ലേഖനം 5-ാം അധ്യായം 22-ാം വചനം: ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഞാൻ മരിച്ചാലും ഞാൻ വചനത്തിന് വേണ്ടിയല്ലേ, എൻ്റെ ഭർത്താവിൻ്റെ മുമ്പ് കരങ്ങൾ കൊണ്ടല്ലേ ഞാൻ മരിക്കുന്നത്. കർത്താവെ, ഞാൻ അൾത്താരയിലേക്ക് എൻ്റെ ഭർത്താവിനെ സമർപ്പിക്കുന്ന കിട്ടിയ സമയം കൊണ്ട് കണ്ണിൽ ഇരുട്ട് കയറിയിരിക്കുന്ന സമയത്ത് ആ സ്ത്രീ പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ അൾത്താരയിലേക്ക് ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൻ്റെ സക്രാരി കണ്ട് എൻ്റെ ജീവിത പങ്കാളിയെ സക്രാരിയുടെ അങ്ങോട്ടേക്ക് നിർത്തിയിട്ട്, കർത്താവെ, ഞാൻ എന്തിനും തയ്യാറായി റെഡിയാണെന്ന് പറഞ്ഞൊരു ഭ്രാന്തിയെ പോലെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക്, എന്നെ കൊല്ലുവാണെങ്കിൽ എന്നെ കുഞ്ഞിനെയും കൊല്ലട്ടെ എന്ന് വിചാരിച്ച് ഈ വചനം ഉരുവിട്ടുകൊണ്ട് പോയി. വചനം ഉരുവിടാൻ പോയിട്ട് ഈ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി വന്നു. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഈ അലയടിയുമായി ഞാൻ എൻ്റെ ഭർത്താവ് നിൽക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കൂനിയ ശിരസ്സുമായി അദ്ദേഹത്തിൻ്റെ നേരെ നോക്കാനായി പോലും ധൈര്യപ്പെടാതെ കൊലവിളി നിർത്തിയിരിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. സിസ്റ്റർ, എൻ്റെ ഭർത്താവ് വാക്കത്തി ഇങ്ങനെ ചുഴറ്റി എന്നെയും കുഞ്ഞിനെയും അരിഞ്ഞു വീഴ്ത്തുവാൻ വേണ്ടി അദ്ദേഹം വാക്കത്തി ഇങ്ങനെ ചുഴറ്റി വെട്ടാനായിട്ട് തുടങ്ങുമല്ല, അദ്ദേഹത്തിൻ്റെ പിടി കയ്യിലിരുന്നു. ആ വാക്കത്തിയുടെ ഇരുമ്പ് ഭാഗം നിലത്ത് താഴേക്ക് തെറിച്ചു വീണു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. വർഷങ്ങൾക്ക് ശേഷം ഈ സ്ത്രീ ഒരു കൗൺസിലിങ്ങിന് ചെല്ലുന്നു. പുരോഹിതൻ ചോദിച്ചു: മിഖായേൽ മാലാഖ ജീവിതത്തിൽ ഇടപെട്ട് ഇരുമ്പായുധങ്ങൾ കുടുംബത്തിൽ തകർത്തത് എപ്പോഴാണ്? ഇരുമ്പായുധങ്ങൾ മിഖായേൽ മാലാഖ ഇറങ്ങി വന്ന് ഊരിപ്പിടിച്ച വാളുമേന്തി അരിഞ്ഞു വീഴ്ത്തിയത് എപ്പോഴാണ്?
അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാനിങ്ങനെ എൻ്റെ വിറച്ച് കണ്ണിൽ ഇരട്ട് കയറി എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് കൊല്ലുവാണെങ്കിൽ കൊല്ലട്ടെ, അല്ലാതെ ഇവിടെ ഒന്നും നടക്കത്തില്ല എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ കൊല്ലാൻ വേണ്ടി തൻ്റെ തേങ്ങയിടുന്ന വാക്കത്തി ഉയർത്തി എന്നെ വെട്ടാൻ തുടങ്ങുമല്ല, വെട്ടാൻ വേണ്ടി ആഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പിടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇരുമ്പ് ഭാഗം നിലത്തേക്ക് വീണു. ഉടനെ വൈദികൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അല്ലയോ ചേച്ചി ഓർക്കണം, ചേച്ചി വചനമനുസരിക്കുവാൻ ബല കൊടുത്ത, ദൈവത്തെ ആദരിക്കുവാൻ ചേച്ചി ബല കൊടുത്ത ആ സമയം മിഖായേൽ മാലാഖ അയക്കപ്പെട്ട് ആ ഭർത്താവ് ഉയർത്തിയ വാള് വെട്ടിവീഴ്ത്തുകയായിരുന്നു. ഹല്ലേലൂയ. സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു ആരൊക്കെ വചനമനുസരിക്കുവാൻ ജീവിതത്തിൽ വില കൊടുക്കുന്നുവോ. നിങ്ങൾ ചോദിക്കും, സിസ്റ്ററെ വിവേകം വേണ്ട, കലി തുള്ളി കുടിച്ചു നിൽക്കുന്ന ആളുടെ അടുത്തേക്ക് കഴുത്ത് കാണിച്ചു കൊടുക്കലാണോ ഈ കാലഘട്ടത്തിൻ്റെ വിവേകം എന്ന് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ചില സിസ്റ്റംസ് ഉണ്ട്. ദൈവത്തിൻ്റെ സിസ്റ്റം മനുഷ്യർ പറയുന്ന സിസ്റ്റം പോലെയല്ല. സോ ലെറ്റ് us start today. നമുക്കിന്ന് ആരംഭിക്കണം ദൈവവചനത്തെ ആദരിക്കാൻ തുടങ്ങി. ജീവിത പ്രതിസന്ധികൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഒരു വലിയ സ്വർഗീയ സൈന്യം തന്നെ നമുക്ക് ചുറ്റും കാവലുള്ളപ്പോൾ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും കർത്താവിൻ്റെ വചനം പറയുകയാണ്. എഫെസൂസ് ലേഖനം 5-ാം അധ്യായം 25-ാം വചനം. എല്ലാവരും കരങ്ങൾ ഉയർത്തിക്കേ. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ഭാര്യ ഭർതൃബന്ധം എത്രമാത്രം ദൃഢതരമായിരിക്കുന്നുവോ മക്കളുടെ ജീവിതവും അതനുസരിച്ചായിരിക്കും കുടുംബത്തിൽ പരിപാകപ്പെടുക. ഞാൻ ഇന്നിവിടെ കർമ്മല സഭയുടെ വിശുദ്ധ വസ്ത്രം ധരിച്ച് ഇന്ന് ഇവിടെ ഈ റെഡ് കാർപ്പറ്റിൽ നിന്ന് നിങ്ങളുടെ അടുത്ത് ദിവ്യകാരുണ്യ അടുത്ത് നിന്ന് ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ ഞാൻ ഓർക്കുന്നു, നിങ്ങളെപ്പോലെ നല്ല മാതാപിതാക്കന്മാർ എനിക്കുണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്കിന്നിവിടെ ആയിരിക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു മാതാവിൻ്റെ മുഴങ്കാലിൽ നിന്നുള്ള പ്രാർത്ഥന, അപ്പൻ്റെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥന ഏതൊരു കുഞ്ഞിൻ്റെയും ഭാവിയെ സുന്ദരമാക്കി മാറ്റും. പ്രിയപ്പെട്ട അപ്പ, പ്രിയപ്പെട്ട അമ്മേ, നിന്റെ മുട്ടിലെ തഴമ്പിലും നിങ്ങളുടെ വിരിച്ച കരങ്ങളിലുമാണ് മക്കൾ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭാവി സുന്ദരമായിരിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോളെ, കടല് പോലുള്ള ദുഃഖം ഈ വീട്ടിലേക്ക് കടന്നു വന്നാലും ഞങ്ങൾ എല്ലാവരും അത് സഹിക്കും, ഞങ്ങളത് ക്ഷമിക്കും. എന്നാൽ എൻ്റെ കുഞ്ഞ്, എൻ്റെ പൈതൽ ദൈവസ്നേഹത്തിലല്ല, ദൈവകൃപയിലല്ല, വിശുദ്ധിയിലല്ല ജീവിക്കുന്നതെന്നറിഞ്ഞാൽ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഈ കാലഘട്ടം സോഷ്യൽ മീഡിയയിലൂടെ അനേക തരത്തിലുള്ള അപജയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുതിച്ചു പായുന്ന ഈ ശാസ്ത്രയുഗത്തിൽ സ്ഫുടം ചെയ്തെടുത്ത വിശ്വാസ വീക്ഷണത്തോടെ നമ്മളും നമ്മുടെ തലമുറയും കടന്നു പോകണമെങ്കിൽ യു ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം നിങ്ങൾ കരങ്ങളിൽ എടുക്കണം. നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ നടക്കലിലെ ഒന്നാമത്തെ തട്ടിൽ നിന്നുകൊണ്ട്, ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് നിങ്ങൾ ഈ വചനം പറഞ്ഞിട്ട് വേണം അകത്തേക്ക് കയറാൻ. നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസത്തിൻ്റെ വിശാലതയൊന്ന് വർദ്ധിച്ചു വരട്ടെ. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 33 കൂട്ടം പേരുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. വിശ്വാസ നിമിത്തം ആബേൽ കാന്റേതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് സമർപ്പിച്ചു. വിശ്വാസ നിമിത്തം മോശയുടെ മാതാപിതാക്കന്മാർ അവനെ 3 മാസത്തേക്ക് ഒളിച്ചു വെച്ചു, കാരണം കുട്ടി സുന്ദരൻ എന്നവർ കണ്ടു. വിശ്വാസ നിമിത്തം ഇസ്രായേൽ ജനം ചെങ്കടലിലൂടെ, മരുഭൂമിയിലൂടെ എന്ന വണ്ണം യാത്ര ചെയ്തു. എന്നാൽ ഈജിപ്തുകാർ വന്നപ്പോൾ വെള്ളം അവരെ മുക്കിക്കളഞ്ഞു. വിശ്വാസ നിമിത്തം ഇസ്രായേൽ ജനം ജെറീക്കോ കോട്ടയ്ക്ക് ചുറ്റും 7 പ്രാവശ്യം വലം വച്ചപ്പോൾ കോട്ടയുടെ വൻ മതിലുകൾ ഇടിഞ്ഞ് താഴെ വീണു. വിശ്വാസ നിമിത്തം റാഹാബ് എന്ന വേശ്യ ചാരന്മാരെ സ്വീകരിച്ചതുകൊണ്ട് അവൾ അവിശ്വാസികളോടുകൂടെ എണ്ണപ്പെട്ടതുമില്ല. ഇനിയും ഇതേക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത്? ജെഫ്ത, സാംസൺ, സോളമൻ, സാമുവൽ, ദാവീദ് എന്നിവരെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും ഇനിയും പറയുവാൻ വാക്കുകൾ പോരാ. വിശ്വാസത്തിൻ്റെ ശക്തിയാൽ അവർ അഗ്നിയുടെ ശക്തി കെടുത്തി. വിശ്വാസത്തിൻ്റെ ശക്തിയാൽ വാളിൻ്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷപ്പെട്ടു. വിശ്വാസത്തിൻ്റെ ശക്തിയാൽ വാഗ്ദാനങ്ങൾ നടപ്പാക്കി നീതി പാലിച്ചു. ഹല്ലേലൂയ. ഒരമ്മ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ,
ഞാൻ വിശ്വാസത്തിലാണ് എൻ്റെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും. ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. 2 കൊരിന്തോസ് 5:7. ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. ഈ ചേച്ചി തൻ്റെ ജീവിതത്തിലെ ഒരു സത്യം എന്നോട് പറഞ്ഞത് ഇപ്രകാരമാണ്. അവരുടെ ജീവിതത്തിൽ വലിയ ഒരു ബാധ്യത, അതായത് ഒരു ഫേക്കായിട്ട് വന്ന ഒരു ID അത് റെസ്പോണ്ട് ചെയ്തു. തൻ്റെ ജീവിത പങ്കാളി 14 ലക്ഷം രൂപ ഒരു ബാങ്കിൽ കൊണ്ടുവന്ന് അടയ്ക്കുകയാണ്. തനിക്ക് ഇത്രയും പൈസ അടച്ചാൽ ഇത്രയും കിട്ടും എന്നൊക്കെ ഞാൻ അതിനെക്കുറിച്ചൊന്നും വിരിച്ച് പറയുന്നില്ല. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ഒരു ഫേക്കായിട്ടുള്ള ഒരു ന്യൂസ് കണ്ട് ഇദ്ദേഹത്തിൻ്റെ 14 ലക്ഷം രൂപ അദ്ദേഹം അടച്ചു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന് മനസ്സിലായി താൻ ഒരു ഫേക്കായിട്ടുള്ള ഒരു കെണിയിൽപ്പെട്ടുവെന്ന് മനസ്സിലായി. ഒരു തരത്തിലും നമുക്കറിയാം, ഈ കെണിയിൽപ്പെട്ട് എന്തെങ്കിലും കേസ് കൊടുക്കുക എന്തെങ്കിലും ചെയ്താൽ ഉടനടി തന്നെ അത് പിൻവലിച്ച് അവരുടെ അഡ്രസ്സ് പോലും ഇല്ലാത്ത വിധം അത് തുടച്ചു മാറ്റപ്പെടും ഓൺലൈനിൽ നിന്ന്. ഇങ്ങനെ ഇദ്ദേഹം ഒരു ദിവസം നിറകണ്ണുകളോടെ ഭാര്യയോട് മാത്രം പറഞ്ഞു, ഇങ്ങനെ ഒരു എനിക്ക് പറ്റി, നിന്നോട് ചോദിക്കാതെ കോടീശ്വരനാകുവാൻ വേണ്ടി, കൂടുതൽ പൈസ കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. അവരെന്നെ കൊല്ലും, എനിക്ക് ഒരു തരത്തിലും മുന്നോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. നീ ഇത് മക്കളോട് പറയരുത്. നീ ഇത് മക്കളോട് പറഞ്ഞാൽ എൻ്റെ ജീവിതം അപകടത്തിൽ, എനിക്ക് പിന്നെ ജീവിക്കേണ്ട, നിനക്ക് പിന്നെ ഞാൻ കാണത്തില്ല. ഈ സ്ത്രീ നിറമിഴികളോടിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഞാൻ എന്തു ചെയ്യണം? വിശ്വാസത്തിൽ എല്ലാ പ്രതിസന്ധികൾക്കും ഉത്തരവുണ്ട്. ആ ചേച്ചി ഫോൺ എടുത്തിട്ട് ആരെയും വിളിച്ചില്ല. ആ ചേച്ചി തൻ്റെ വചനം എടുത്തിട്ട് തുറന്നു. ചേച്ചി പറഞ്ഞത് എങ്ങനെയാണ്? സിസ്റ്റർ, എനിക്ക് പണ്ടെന്നോ ധ്യാനത്തിന് കേട്ട് എൻ്റെ ഡയറിയിൽ കുറിച്ചു വെച്ച ഒരു വചനം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. എനിക്ക് കിട്ടിയ വചനം ഇതായിരുന്നു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 20-ാം വചനം. എല്ലാവരും ഒന്ന് എടുത്തേ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 15:20. 2 കര ഉയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞേ, ഈ ജനത്തിന് മുന്നിൽ ഒരു പിത്തളക്കോട്ടയായി ഞാൻ നിന്നെ ഉയർത്തും. അവർ നിന്നോട് യുദ്ധം ചെയ്യും. എന്നാൽ അവർ വിജയിക്കുകയില്ല. എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്റെ കൂടെ ഉണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വിടുവിക്കും. അക്രമിയുടെ പിടിയിൽ നിന്ന് നിന്നെ ഞാൻ വീണ്ടെടുക്കും. എന്തൊരു വചനമല്ല ശരിക്കും. വാള് ഇടിമിന്നല് പോലെ ദൈവശക്തി നിങ്ങളുടെ ആരുടെയൊക്കെയോ അടുത്തേക്കും വീട്ടിലേക്കൊക്കെ കടന്നു വരും. സ്തുതിച്ച് എല്ലാവരും ഒന്ന് ഹല്ലേലൂയ. കർത്താവേ, യേശുവേ, ജനത്തിന് മുന്നിൽ ഒരു പിത്തളക്കോട്ടയായി ഞാൻ നിന്നെ ഉയർത്തും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല. എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വിടുവിക്കും. അക്രമിയുടെ പിടിയിൽ നിന്ന് നിന്നെ ഞാൻ മോചിപ്പിക്കും. ഹല്ലേലൂയ. ഇടിമിന്നല് പോലെ ദൈവശക്തി. കർത്താവെ, കെണികളിൽ കുടുങ്ങിക്കിടക്കുന്ന മക്കൾ, കടക്കെണികളിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രിയപ്പെട്ടവർ, വിവിധ തരത്തിലുള്ള ഫേക്ക് ഐഡികളിൽ കുടുങ്ങിപ്പോയവർ, കടബാധ്യതകൾ, ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാത്തവർ, യേശുവേ, ഈ സമയം നിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്നുവല്ലോ. യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ അഴിയുന്നു, ബന്ധന ചരടുകൾ പൊട്ടുന്നു. ദുഷ്ടൻ കെട്ടിവെച്ച സകല മുഖങ്ങളും യേശു നാമത്തിൽ ഇപ്പോൾ തകരപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നാമത്തിൽ ദുഷ്ടൻ കെട്ടിവെച്ച സകല കുരുക്കുകളും യേശു നാമത്തിൽ അഴിച്ചടിച്ച് യേശു നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ അമ്മ ടീച്ചറായിരുന്ന ഈ ഒരു അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഈ ജനത്തിന് മുൻപിൽ ഒരു പിത്തളക്കോട്ട പോലെ ഞാൻ നിന്നെ ഉയർത്തും. 14 ലക്ഷം രൂപ വെള്ളത്തിൽ ഒഴുക്കിവിട്ട് ബാങ്കിൽ അടച്ചു കൊടുത്തു. അടുത്തതായിട്ട് മറ്റൊരു അറിയിപ്പ് വന്നിരിക്കുകയാണ്. 2.5 ലക്ഷം രൂപയും കൂടെ താങ്കൾ അടച്ചില്ലെങ്കിൽ താങ്കളുടെ സ്ഥിതി മാറും. ഞങ്ങൾ നിന്നെ കൊല്ലും. ഞങ്ങൾ നിന്നെ പിന്തുടരുന്നുണ്ട്. നിന്റെ വീട് എവിടെയാണെന്നെല്ലാം ഞങ്ങൾക്കറിയാം. മക്കളും ജീവിത പങ്കാളി അറിയാതെ 2.5 ലക്ഷം രൂപ ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇന്ന ഡേറ്റിൽ അയച്ചു തരണം. ഇവിടെ കൃത്യമായ ഐഡികളെല്ലാം അറിയാവുന്ന, ബാങ്ക് ബാലൻസ് എല്ലാം അറിയാവുന്ന ഈ കള്ളസംഘം ഇപ്രകാരം പറയും. മനുഷ്യന് ഉറക്കമില്ല. ഭാര്യ ചോദിച്ചു, എന്ത് പറ്റി? ഭാര്യ ഈ വചനം രാവും പകലും ഈ വചനം ചൊല്ലിക്കൊണ്ട് നടക്കുന്നു. ജെറമ്യാ 15:20-21. തൻ്റെ ഭർത്താവ് താൻ കിടക്കുന്ന തലയിണയുടെ അടിയിൽ ഈ വചനം എഴുതി വെച്ചവർ ചെല്ലാനായിട്ട് ആരംഭിച്ചു. ഈ ജനത്തിന് മുൻപിൽ ഒരു പിത്തളക്കോട്ടയായി ഞാൻ നിന്നെ ഉയർത്തും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ അവർ വിജയിക്കില്ല. ഈ ചേച്ചി വചനം ചെല്ലുക. ചേച്ചി, പ്രിയപ്പെട്ടവരെ,
ഈ ചേച്ചി ഇങ്ങനെ വചനമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2.5 ലക്ഷം രൂപ ഭാര്യയോട് മാത്രം പറഞ്ഞ്, കാരണം ഇദ്ദേഹമാണ് വലുത്, ഇദ്ദേഹത്തിൻ്റെ പൈസയല്ലല്ലോ വലുത്, 2.5 ലക്ഷം കൂടെ അടച്ച് ഇതങ്ങ് അവസാനിപ്പിക്കാം, എന്തായാലും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതി നിറകണ്ണുകളോട് ഈ ചേച്ചി പോകുന്ന വഴിക്ക് മുഴുവൻ ഈ വചനം ചൊല്ലിക്കൊണ്ട് പോവുക. പ്രിയപ്പെട്ടവരെ, വചനം എന്ന് പറഞ്ഞാൽ ആരാ? വചനം ഒരു വ്യക്തി അധരത്തിലെടുത്ത് പ്രഖ്യാപിച്ചാൽ അതൊരു വാളാണല്ലേ, ഒരു പിച്ചള വാൾ, വജ്രായുധമാണ് വചനം എന്ന് പറയുന്നത്. എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വചനം പോലും നിഷ്ഫലമായി പോകുന്നില്ല. ഒന്ന് പറഞ്ഞേ, എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വചനം പോലും നിഷ്ഫലമായി പോകുന്നില്ല. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഫ്രാൻസിസ് പാപ്പ നമ്മളെ പഠിപ്പിച്ചു, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആനന്ദം മുഖത്തില്ലാത്ത ക്രിസ്ത്യാനി ആ പേരിന് പോലും അർഹനല്ല. എല്ലാവരുടെയും മുഖത്ത് എന്തിൻ്റെ ആനന്ദം വേണം? വേറൊന്ന് ലോട്ടറി അടിച്ചിട്ട് ഒന്നുമല്ല. എന്തിൻ്റെ ആനന്ദം വേണ്ടത്? സുവിശേഷത്തിൻ്റെ. എൻ്റെ കർത്താവ് എനിക്ക് മതിയായവനാണ്. എല്ലാവരും സന്തോഷിച്ചിരുന്നേ. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആനന്ദം മുഖത്തില്ലാത്ത ക്രിസ്ത്യാനി ആ പേരിന് പോലും അർഹനല്ല. എന്തോർത്തിട്ടാ സിസ്റ്റർ ആനന്ദിക്കാൻ, എന്തോർത്തിട്ടാ സന്തോഷിക്കാൻ? ഇങ്ങനെ കുത്തി കഴിഞ്ഞ കാലങ്ങളും ഭാവിയൊക്കെ ഓർത്തിങ്ങനെ വേദനിക്കുന്ന പ്രിയപ്പെട്ട അമ്മയെ, പ്രിയപ്പെട്ട അപ്പച്ച, യു ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഈ വജ്രായുധം എടുത്ത് പ്രയോഗിക്കേ. വെളിപാടിൻ്റെ പുസ്തകം 12:11. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും പിശാചിൻ്റെ മേൽ വിജയം നേടാനുള്ള ആയുധം തന്നിട്ടാണ് ദൈവം നമ്മളോട് സന്തോഷിക്കാൻ പറഞ്ഞത്. നമ്മൾ നമ്മുടേതായ കടങ്കഥകളും കഴിഞ്ഞ കാല കഥകളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുക. യൂട്യൂബിൽ നോക്കി ചേട്ടത്തിയോട് വിളിച്ച് പറഞ്ഞ്, അവരോട് വിളിച്ച് പറഞ്ഞ് ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോവുക. സ്റ്റോപ്പ്. അതെല്ലാം നിർത്തിയിട്ട് ടുഡേ ഈസ് ദ ഡേ. ഇറ്റ് ഈസ് ദ ഡേ ടു സ്റ്റാർട്ട്. ഇറ്റ് ഈസ് ദ ഡേ ടു റൺ. നമുക്കിന്നൊന്ന് ആരംഭിക്കാം പ്രിയരെ. നമുക്ക് ഈ ചേച്ചി പറയുകയാണ്, സിസ്റ്റർ ഈ വചനം എഴുതിയത് ഒരു കയ്യിൽ ബാഗം തൂക്കി ഞാൻ ഈ വചനം ചൊല്ലിക്കൊണ്ട് പോകാൻ തുടങ്ങി. ഭർത്താവ് ചോദിച്ചു, നീ എന്താണ് ഈ പിറുപിറുത്തോണ്ട് എൻ്റെ കൂടെ പോണത്? സിസ്റ്റർ, ഞാൻ ഈ വചനം ചൊല്ലിക്കൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് മറന്നു, അതുകൊണ്ട് നോക്കും. എന്താണ് വചനം ചൊല്ലുന്നത്? ഈ ജനത്തിന് മുൻപിൽ ഒരു പിത്തളക്കോട്ടയായി ഞാൻ നിന്നെ ഉയർത്തും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല. എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്റെ കൂടെയുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വിടുവിക്കും, അക്രമിയുടെ പിടിയിൽ നിന്ന് നിന്നെ ഞാൻ വീണ്ടെടുക്കും. ആരാ ഇത് പറഞ്ഞത്? ദുഷ്ടന്റെ പിടിയിൽ നിന്ന് നിന്നെ ഞാൻ വീണ്ടെടുക്കും, അക്രമിയുടെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷിക്കും എന്ന് പറഞ്ഞത് ആരാ? സർവശക്തൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർട്ടിക് സമുദ്രവും അന്റാർട്ടിക് സമുദ്രവും ഇന്ത്യൻ ഓഷനും പസഫിക് ഓഷനും കയ്യിലുള്ള കർത്താവ് പറയാണ്, അക്രമിയുടെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വീണ്ടെടുക്കും. ആകാശ വിശാലതയെ ചാണിൽ ഒതുക്കുന്നവൻ, ഭൂമിയിലെ പൊടി അളവ് പാത്രത്തിൽ ഉൾക്കൊള്ളിക്കുന്നവൻ, പർവ്വതങ്ങളുടെ ഭാരം തുലാസിൽ തൂക്കുന്നവന്റെ കരം. അവൻ അത്തരം കൊണ്ട് പറയുകയാണ്, ദുഷ്ടന്റെ കയ്യിൽ നിന്നും നിന്നെ ഞാൻ വിടുവിക്കും, അക്രമിയുടെ പിടിയിൽ നിന്ന് നിന്നെ ഞാൻ മോചിപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചേച്ചി പറഞ്ഞത് ഇപ്രകാരമാണ്. ഞങ്ങൾ ബാങ്കിൽ ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുക. 2.5 ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി അദ്ദേഹം ഒപ്പിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ ഇത് എങ്ങോട്ടേക്കാണ് അയക്കേണ്ടതെന്ന് ആ ബാങ്കിലെ ആൾ ചോദിക്കുകയാണ്. അന്ന് വരെ ചോദിച്ചിട്ടില്ല. അന്ന് ചോദിക്കേണ്ടത് എങ്ങോട്ടേക്ക് അയക്കേണ്ടത്. ഉടനെ ഇദ്ദേഹം വിറയാർന്ന കണ്ണുകളോടെ പറഞ്ഞു, ഇത് ഇങ്ങനെ ഇന്ന ഐഡിയിലേക്കാണെന്ന് പറഞ്ഞു. ഉടനെ ആ ഇരുന്ന മാനേജർ ചാടി എന്നിട്ട് പറഞ്ഞു, സ്റ്റോപ്പ്. ഇവരുടെ ബാങ്കിൻ്റെ എല്ലാ വിശദാംശങ്ങളും മരവിപ്പിക്കാനായിട്ട് പറഞ്ഞു, ഫ്രീസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഫ്രീസ് ചെയ്ത് പ്രിയപ്പെട്ടവരെ ഉടൻ തന്നെ ഈ ഫേക്ക് ഇത് ആണെന്ന് മനസ്സിലാക്കി ഉടനെ മാനേജര് ബാക്കിയുള്ളവരൊക്കെ വിളിച്ചു കൂട്ടി. ചാനലുകാരവിടെ വന്നു. ചാനലുകാർ വന്നപ്പോൾ ഈ ചേച്ചി ഉച്ചത്തിൽ അവരോട് വിളിച്ചു പറയുകയാണ്, ഞാനിന്ന് ഒരു വചനം ഏറ്റെടുത്ത് കഴിഞ്ഞ നാളുകളിലൊക്കെ ഒരു വചനം ചൊല്ലിയാണ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഇന്ന് വന്നത്. ഇതാ ആ ചേച്ചി ചൊല്ലിയതുപോലെ തന്നെ ഈ ജനത്തിന് മുൻപിൽ ഒരു പിത്തളക്കോട്ടയായി, വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ച് ഒരു പിത്തളക്കോട്ടയായി നിൽക്കുവാൻ ആ ടീച്ചറിനെ ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. കരപിടിച്ച് ചോദിക്കും, മഹത്വം കൊടുത്തേ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും. ഒന്ന് പറഞ്ഞേ, എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും. ഉറക്കെ പറഞ്ഞേ, ഇച്ചിരി എനർജി എടുത്തിട്ട് പറഞ്ഞേ, എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും. ഒരു വജ്രായുധം അല്ലെങ്കിൽ 2 മിസൈൽ പുറത്തേക്കൊക്കെ വിടുക എന്നൊക്കെ പറഞ്ഞാൽ, ഒരു മിസൈൽ നാവിന്ന് പുറത്തേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ? ദൈവവചനത്തിൻ്റെ അനന്ത ശക്തിയാണത്. 15 കിലോയുള്ള 2 കയ്യാമത്തിൽ കിടക്കുക പൗലോസ്ലീഹ. ആ കയ്യാമത്തിൽ ഇട്ടിരിക്കുന്ന 15 കിലോ ഭാരം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. അദ്ദേഹം വിരൽ കൊണ്ട് എഴുതുക. എന്തെഴുതി? ഫിലിപ്പി ലേഖനം 4:4. എൻ്റെ സഹോദരരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സന്തോഷിക്കും. എന്നോട് പറഞ്ഞേ, എൻ്റെ സഹോദരരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. വീണ്ടും
വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങൾ സന്തോഷിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും ഉടമസ്ഥരല്ല. ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കാനുള്ള കരുതൽ ധനമായി ദൈവം നമ്മളെ ഏൽപ്പിച്ചതാണ് നമ്മുടെ മക്കളെ. ഉടമസ്ഥൻ, നമ്മളൊക്കെ വെറും കാര്യസ്ഥന്മാർ മാത്രമാണ്. ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കാനുള്ള കരുതൽ ധനമായി ദൈവം നമ്മളെ ഏൽപ്പിച്ചതാണ് നമ്മുടെ മക്കളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മളൊക്കെ ഓർക്കുന്നില്ലേ, കൊച്ചു പ്രായത്തിൽ നമ്മുടെ മാതാപിതാക്കന്മാർ, ഞാൻ ഓർക്കുകയാണ്, കുരിശ് വരയ്ക്കുന്ന സമയത്ത് ഒരു മുടിയിൽ തൊട്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുസൃതി കാണിച്ചാൽ എൻ്റെ അപ്പൻ 2 വടി, വല്യപ്പച്ചൻ 2 വടിയായിട്ടാണ് കുരിശ് വരയ്ക്കാനിരുന്നത്. ആദ്യത്തെ വടി റബ്ബർ തടിയുടെ വടി, അതെടുത്ത് വാണിംഗ് ബെല്ല് തരും. ക്യൂടെക്സേൽ പണിയോ, എന്തെങ്കിലും നഖം വെട്ടോ, എന്തെങ്കിലും നഖം കടിക്കുകയോ, എന്തെങ്കിലും ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി ആ കുരിശുവരയുടെ സമയത്ത് ആവർത്തിച്ചാൽ ദൈവചിന്തയില്ലാത്തവൻ എറിഞ്ഞു കളയേണ്ട മുള്ളു പോലെയാണെന്ന് 2 സാമൂവേലിന്റെ പുസ്തകം 23-ാം അധ്യായം 6-ാം വചനം പഠിപ്പിക്കുകയാണ്. ദൈവചിന്തയില്ലാത്ത മക്കൾ എറിഞ്ഞു കളയേണ്ട മുള്ളു പോലെ. നിങ്ങളുടെ വീട്ടിൽ എത്ര മുള്ളുകൾ, എത്ര മുൾപടർപ്പുകൾ വളരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവചിന്തയില്ലാത്തവൻ എറിഞ്ഞു കളയേണ്ട മുള്ളു പോലെ. വിശുദ്ധ ചാവറ പിതാവ് പറയുന്നു, ദൈവപേടിയില്ലാത്ത കുടുംബം, ദൈവപേടി കുടുംബത്തിൽ ഉണ്ടായിരിക്കണം. സ്വർഗീയ മാലാഖമാർ ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ ഭാര്യയും ഭർത്താവും മക്കളും മോക്ഷരാജ്യത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ ദൈവസ്തുതി ഉതിർക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം കുടുംബത്തെ സ്ഥാപിച്ചത്. എത്ര കുടുംബങ്ങളിൽ നിന്നും ഇന്ന് ദൈവസ്തുതി, അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ദൈവത്തെ സ്തുതിക്കുന്ന എത്ര വീടുകളുണ്ടിന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ടുഡേ ഈസ് ദ ഡേ. നമുക്ക് ഒരു സംസ്കാരം നമുക്ക് രൂപപ്പെടുത്താം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് സിസ്റ്റർ പ്രാർത്ഥിക്കുകയാണ്. കെട്ടുപൊട്ടിക്കുന്ന പരിശുദ്ധ അമ്മയുടെ തൃക്കരം നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്ക് നീട്ടപ്പെടട്ടെ. പരിശുദ്ധ അമ്മ ഉള്ള വീടും അമ്മയുള്ള വീടും അമ്മയില്ലാത്ത വീടും തമ്മിൽ എൻറ്റയർലി ഡിഫറൻറ്റ്. നമ്മുടെ എല്ലാവരുടെയും വീട് അമ്മയുള്ള വീടാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അമ്മയുള്ള വീട്ടിലെ അപ്പനും അമ്മയുമാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ മക്കളെ അമ്മ മാതാവിൻ്റെ മടിയിലിരുത്തി വളർത്തുക. ആ പാഠശാലയിലായിരിക്കട്ടെ നമ്മുടെ മക്കളുടെ വിദ്യാലയം. ആ വിദ്യാലയത്തിലിരുന്ന്, ആ പാഠശാലയിലിരുന്ന് പഠിക്കുന്ന ഒരു കുട്ടി പോലും നഷ്ടപ്പെട്ടു പോവുകയില്ല. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസ് എണ്ണുവാൻ നമ്മളെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.